മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമദേവനും അറസ്റ്റിലായിരിക്കണം. എന്തായാലും ആ പോലീസുകാരനാണെങ്കിൽ വാമദേവനോടൊപ്പം തന്നെ പ്രതാപനെയും സെല്ലിനകത്തേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് വാമദേവനോട് ചോദിക്കുകയാണ്, നീയല്ലേടാ ഇവന് കണ്ണന്റെ അച്ഛൻ വിശ്വനാഥനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സാറേ അല്ല. അല്ലേ, നീയല്ലേ കൊട്ടേഷൻ കൊടുത്ത്? അല്ലെന്നേ, ഇവനിത് കള്ളം പറയുന്നതാ. അല്ല സാറേ, ഇയാളാണ് എനിക്ക് കൊല്ലാൻ കൊട്ടേഷൻ തന്നത്. ഞാനെന്തിനാ അയാളെ കൊല്ലുന്നത്? ഇയാൾ തന്നെയാ കൊട്ടേഷൻ തന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ സത്യങ്ങൾ തുറന്നടിക്കുകയാണ്. ഈ സമയം പോലീസുകാരനാണെങ്കിൽ വെറുതെ ഇരിക്കുന്നില്ല. വേഗം തന്നെ വാമദേവനെ പിടിച്ച് ഇഞ്ചിക്കുത്ത് കുത്തുന്നുണ്ട്. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്തേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവൻ കരയുന്നുണ്ടെങ്കിലും നേരെ ചെല്ലുന്നത് പ്രതാപന്റെ അടുത്തേക്കാണ്. നീയെങ്കിലും കുറ്റസമ്മതം നടത്തിയേ മതിയാകൂ. അങ്ങനെ പ്രതാപനിട്ട് 2 കുത്തു കൊടുക്കുന്നുണ്ട്. ഈ സമയം സാറേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇയാൾ തന്നെയാണ് കൊട്ടേഷൻ തന്നത്. ഞാൻ കൊന്നു. അങ്ങനെ വഴിക്ക് പായോ. അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഴയുള്ള രാത്രി ഒരാളുടെ ബൈക്കിന് അകത്തേക്ക് കാറ് പാഞ്ഞ് കയറ്റുകയായിരുന്നു. അപ്പം തന്നെ അയാൾ കൊല്ലപ്പെട്ടു. പക്ഷെ അയാളുടെ മകൻ വീൽ ചെയറിൽ ജീവനോടെ അവശേഷിച്ചു. അതിനെല്ലാം ദൃക്സാക്ഷിയായിട്ട് നിന്റെ 2ാം കെട്ടുകാരിയായിട്ടുള്ള ഭാര്യയുടെ ആദ്യ മകൾ. അതൊക്കെ അല്ലടാ സത്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ സാറേ അങ്ങനെ തന്നെയാണെന്നിങ്ങനെ പ്രതാപനാണെങ്കിൽ ഇടിയെ ഭയന്ന് തുറന്നടിക്കുകയാണ്. ഈ സമയം പോലീസുകാരൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? കണ്ണൻ സാർ തന്ന കേസ് കൊണ്ടൊന്നല്ല. നിന്നെയൊക്കെ ചികിത്സിച്ച ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളെ ചെന്ന് കണ്ടിരുന്നു. അയാളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. വിശ്വനാഥൻ്റെ പ്രേതം കയറി നിനക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നല്ലോ. അപ്പോൾ അബോധാവസ്ഥയിലായിരുന്ന നീ പല സത്യങ്ങളും തുറന്നടിച്ചു എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ ഇതും. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഇനി രക്ഷയില്ല. ഇനിയുള്ള കാലം അഴി എണ്ണേണ്ടി വരും. പിന്നെ കണ്ണൻ സാറിൻ്റെ ഭാര്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. ആ കുട്ടിയുടെ മൊഴി കൂടി എടുക്കും. അതിനുശേഷം തീരുമാനിക്കാം എന്താ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോലീസുകാരനാണെങ്കിൽ പോകാൻ നിൽക്കുമ്പോൾ, ഇതുപോലെ ഇടിക്കാൻ അറിയുന്ന ഒരുപാട് പോലീസുകാർ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. അവരുടെയൊക്കെ ഇടി നീ ഏറ്റു വാങ്ങേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ പ്രതാപനും വാമദേവനും പേടിച്ചുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പുറത്തിറങ്ങിയിട്ട് ആ പോലീസുകാരൻ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, കോടതിയിലേക്ക് പോകാൻ മാത്രമുള്ള ജീവൻ വെച്ചാൽ മതി. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വാങ്ങിക്കൊടുത്താൽ മതി, അതും രാത്രിക്ക് മാത്രം. അങ്ങനെ വാമദേവനാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ ചതിച്ചല്ലോടാ. പിന്നെ എനിക്ക് ആ സമയത്ത് ബോധമുണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. അല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതേ നിങ്ങൾ കാരണം കൊണ്ടാണ്. എന്ത്? ഞാൻ കാരണം കൊണ്ട്? അതെ, നിങ്ങളാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചത്. എടാ ഇതിനൊക്കെ കാരണേ ഞാനല്ല, നിന്റെ മകളെ കരുണയാ. ആ മഹാലക്ഷ്മിയെ എന്തിനാ അവൾ സ്റ്റെപ്പിന് മുകളിൽ നിന്നും പിടിച്ച് തള്ളി താഴെ ഇട്ടത്? അവൾക്ക് അവിടെ എല്ലാം അനുസരിച്ചൊന്ന് കഴിഞ്ഞാൽ പോരായിരുന്നല്ലോ, സ്വന്തം അച്ഛന് വേണ്ടിയിട്ടും. പിന്നെ എന്തനുസരിച്ച് കഴിയണമെന്നാ നിങ്ങളീ പറഞ്ഞു വരുന്നത്? അടിമയെപ്പോലെ വേലക്കാരിയെപ്പോലെ അവിടെ ജോലി എടുക്കണം എന്നാണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കോടതിയും കേസൊക്കെ ആയി പോയാലേ പിന്നെ പ്രശ്നം വേറെയാ. നിന്റെ എല്ലാ സ്വത്തുക്കളും വിറ്റഴിക്കേണ്ടി വരും. പിന്നെ നിന്റെ മരുമകൻ്റെ അച്ഛനെയാണ് കൊന്നിരിക്കുന്നത്. അപ്പം പിന്നെ മോളുടെ കാര്യം പറയും വേണ്ട, അവൻ എന്തായാലും കൈയൊഴിയും. എല്ലാ സ്വത്തുക്കളും പോയി നിന്റെ കുടുംബം വഴിയാധാരമാവും. ആ മോഹിനി എങ്ങനെയും പോയിക്കോളും. പക്ഷേ നിന്റെ മോളും നിന്റെ അമ്മയും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പിച്ചെ എടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ദേഷ്യം വരികയാണ്. ദേ മിണ്ടാതിരുന്നോ, എൻ്റെ വായിൽ എന്തെങ്കിലും കേൾക്കണ്ട, ഞാനേ തന്നെ തല്ലിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാളും വഴക്കിടുകയാണ്. ഈ സമയം പുറത്തിരുന്ന് പോലീസുകാരത് കാണുന്നുണ്ട്. ഡാ എന്താ പ്രശ്നം? അകത്ത് ചെന്ന് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിവിടുകയാണ്. അങ്ങനെ പ്രതാപനും വാമദേവനും കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങിയിരിക്കുന്നുണ്ട് ആ സെല്ലിനകത്ത്. എന്തായാലും അവർ വിചാരിക്കുന്നത് കോടതിയിൽ എത്തിയതിന് ശേഷം അധികം ഇടിയൊന്നും കിട്ടാതെ ജയിലിനകത്തേക്ക് പോവാമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ്. അങ്ങനെ സീമന്തിരിയാണെങ്കിൽ ഓടിപ്പിടിച്ച് വാമദേവനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയോട് കാര്യങ്ങൾ പറയാനായിട്ട് എത്തുകയാണ്. ഈ സമയം എന്തിനാ ഏട്ടനെ ഒരു അറിയിപ്പില്ലാതെ പോലീസ് കൊണ്ടുപോയത്? ഏട്ടത്തിയോട് ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല ദുർഗെ, ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കോ ഇതിന് പിന്നിൽ? മറ്റാരാ? ആ ഒരുത്തിയുണ്ടല്ലോ, ആ മഹാലക്ഷ്മി, അവളുടെ ഭർത്താവ് കണ്ണൻ, ഈ വീട്ടിലെ മൂത്ത സന്തതി, ഭാര്യ പറയുന്നത് മാത്രം കേൾക്കുന്ന സന്തതി, അവൻ തന്നെയായിരിക്കും ഇതിനൊക്കെ പുറകെ. എനിക്കറിയില്ല, എനിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു. സ്വാതി ഒരേ കരച്ചിലാണ് വാമേട്ടനെ കൊണ്ടുപോയതിന് ശേഷം. പിന്നെ ഒരുത്തൻ്റെ കാര്യം പറയണ്ടല്ലോ, അവനാണെങ്കിൽ മേപ്പോട്ട് നോക്കി കിടക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും അറിയണ്ട. ഞാനിനി ആരുടെ കാല് പോയി പിടിക്കും വാമേട്ടനൊന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്? എന്താ എന്താ പെട്ടെന്ന് സംഭവിച്ചത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ, അത് കരുണമോള് വീട്ടുജോലി ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവളുടെ അടിമപ്പണി സഹിക്കാൻ പറ്റാതെ ആ മഹാലക്ഷ്മി ഒന്ന് പിടിച്ച് തള്ളിയിട്ടു സ്റ്റെപ്പിന് മുകളിൽ നിന്നും. ഇപ്പോൾ അവൾ ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത്. കുഞ്ഞ് നഷ്ടപ്പെടാനാണ് ചാൻസ്.
അത്രയ്ക്കും വലിയൊരു വീഴ്ച തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ദേഷ്യം വാമേട്ടനെ കൊണ്ടുപോയതായിരിക്കുമോ? എന്നാലും ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാം അവൾ പറഞ്ഞിട്ടായിരിക്കും. അവൾ പറഞ്ഞത് അപ്പാടെ വിഴുങ്ങുന്നതായിരിക്കും ആണല്ലോ അവൻ്റെ ജോലി. അപ്പം പിന്നെ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ഏടത്തി വിഷമിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാണാം എന്നൊക്കെ ഇങ്ങനെ ദുർഗ സീമന്തിരിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവിടേക്ക് കണ്ണൻ വരികയാണ്. അങ്ങനെ കണ്ണനെ കാണുമ്പോൾ തന്നെ ദുർഗയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാ കണ്ണ എൻ്റെ ഏട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അതിന് പുറകിൽ നീയാണോ? എന്ത്? അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നോ? ആഹാ, അത് നല്ലൊരു വാർത്തയാണല്ലോ. ഇതപ്പോൾ സംഭവിച്ചു? ദേ, ഒന്നറിയാത്തതുപോലെ നീ സംസാരിക്കരുത് കണ്ണ. നീയാണ് ഇതിനൊക്കെ പുറകിൽ, നീയും നിന്റെ ഭാര്യയും മാത്രം. നിനക്കും അവൾക്കും എന്തിൻ്റെ കേടാണ്? നീ എന്തിനാ ഞങ്ങളെങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ ദ്രോഹിക്കേ, അമ്മായിക്ക് അറിയില്ലേ അമ്മാവനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന്? അമ്മാവനെ മാത്രമല്ല, അമ്മാവനെ പുറകിൽ ഒരുപാട് പേര് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ അമ്മായിക്ക് ഇവിടെ നിന്ന് ആലോചിച്ച ഉത്തരം കിട്ടാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ല്. അവിടെ വെച്ച് സ്വന്തം ഭർത്താവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്ക് എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന്. അപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അങ്ങനെ അമ്മായിക്ക് സമാധാനത്തോടെ ഇരിക്കാലോ. കണ്ണാ, ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. അമ്മ മിണ്ടിപ്പോവരുത്. ഇതിന് പുറകിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആരും അറിയുന്നില്ല. പിന്നെ അമ്മയുടെ ഏട്ടൻ പറയുന്ന ആ വാമദേവനുണ്ടല്ലോ, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവല്ല വേണ്ടത്, മറ്റു പലതുമാണ് ചെയ്യേണ്ടത്. അതൊന്നും തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. അമ്മായി എന്നോടൊപ്പം ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെന്താ എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞോടെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മായിക്ക് അമ്മയുടെ മുന്നിൽ വെച്ച് ഉത്തരം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ സീമന്തിനെയും വിളിച്ച് മുറ്റത്തേക്ക് പോവുകയാണ്. ദുർഗയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ കണ്ണ, ദയവ് ചെയ്ത് വാമേട്ടനെ പുറത്തിറക്കണമെന്നൊക്കെ പറയുമ്പോൾ അയാളെൻ്റെ അമ്മാവനാണെന്ന് വിളിക്കാൻ തന്നെ എനിക്കിപ്പോൾ നാണക്കേട് തോന്നുകയാണ്. പുച്ഛം തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു. പിന്നെ അയാളെ ഞാൻ ഇനി വാമൻ എന്ന് മാത്രമേ വിളിക്കൂ. അയാൾക്കുള്ളിൽ കൊലയാളിയെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നവനാണ് ഈ വാമദേവൻ. പിന്നെ ഇപ്പോൾ അമ്മായി സഹായം അഭ്യർത്ഥിച്ചു വന്നതേ ആർക്ക് മുന്നിലെന്നറിയോ? എൻ്റെ അച്ഛൻ്റെ ഭാര്യ, രണ്ടാം ഭാര്യയുടെ മുന്നിൽ. കെട്ടുതാലി അറുത്ത് കളഞ്ഞവരാണ് സഹായം അഭ്യർത്ഥിച്ച് അമ്മയുടെ മുന്നിലേക്ക് ചെന്നതെന്നറിഞ്ഞാൽ ആ അമ്മ തന്നെ ചിലപ്പോൾ നിങ്ങളെയൊക്കെ ആട്ടിത്തൊഴിച്ച് പറഞ്ഞു വിടുമായിരിക്കും. സത്യങ്ങൾ ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടുത്തെ രണ്ടാമത്തെ മരുമകളുടെ താലി അറ്റുപോകരുത് എന്ന് ഒറ്റ കാരണം കൊണ്ട്. കാരണം ഉണ്ണി സത്യങ്ങൾ അറിഞ്ഞാൽ കരുണ ഒരുപാട് ദിവസമൊന്നും ഇവിടെ കടിച്ചു തൂങ്ങില്ല. അവൾക്ക് ഇവിടെ നിന്നും സ്ഥലം വിടേണ്ടി വരും. എന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള ക്രൂരതകൾ നിങ്ങളുടെ ഭർത്താവ് ചെയ്തു കൂട്ടിയല്ലോ. അതിന് കൂട്ടുപിടിച്ചതോ ആ പ്രതാപനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരറ്റം മുതൽ ക്ലീനാക്കി എടുക്കണം. പിന്നെ സ്വാതിയുടെ കല്യാണം അന്തസ്സായി തന്നെ നടത്താനായിട്ട് ഞാൻ സഹായിക്കണമെന്ന് കരുതിയതാണ്. ഇനി ഈ ചില്ലിക്കാശ് കണ്ണൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കണം. പിന്നെ ഒരുത്തൻ, അവനിപ്പോൾ കിടപ്പിലാണ്. ക്രൂരതകൾ മാത്രം ചിന്തിക്കുന്ന അച്ഛനും മകനും. അമ്മായിയാണ് ഇതിനൊക്കെ കാരണക്കാരി. സ്വന്തം ഭർത്താവും മോനും വഴിതെറ്റി പോകുമ്പോൾ ഭാര്യയായിട്ടുള്ള അമ്മായി സ്വാർത്ഥത മൂലം കണ്ണടച്ചു. അങ്ങനെയുള്ള അമ്മായിക്ക് ഇത് തന്നെ വേണം ശിക്ഷയായിട്ട്. എന്നാലും എത്രയൊക്കെ കൊണ്ടാലും എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്താൽ നിങ്ങൾക്കാർക്കും പിന്നെയും കൊല ചെയ്യാനുള്ള ദാഹം മാറിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മഹിയെ വർക്ക് സൈറ്റിൽ വെച്ച് മുകളിൽ നിന്ന് താഴെയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചില്ലേ? എന്നിട്ടാണല്ലോ അയാൾ ഇടുപ്പൊടിഞ്ഞ് കിടന്നത്. ഇതിനൊക്കെ പകരം ചോദിച്ചിട്ടേ കണ്ണൻ അടങ്ങുള്ളൂ. കാരണം കണ്ണനെ നഷ്ടപ്പെട്ടത് ഏറ്റവും വിലപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ, കണ്ണൻ മോനെ, നീ ഞങ്ങളെ കൈ ഒഴുകരുത്. ഒരു പ്രാവശ്യത്തേക്ക് വാമേട്ടനോട് ക്ഷമിച്ചു കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ, എന്ത് ക്ഷമിക്കാനോ? അബദ്ധം പറ്റിയെന്നോ? എന്തബദ്ധമാണ് പറ്റിയത്? എൻ്റെ അച്ഛൻ്റെ ജീവനാണ് അയാൾ എടുത്തിരിക്കുന്നത്, അതും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് ആരെയും ഈ കണ്ണൻ വെറുതെ വിടില്ല. ഇനി ഒരിക്കലും നിങ്ങളൊന്നും ഈ കണ്ണൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോവാൻ ഇവിടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ സീമന്തിനിയെ ആട്ടിവിടുകയാണ്. ഈ സമയം സീമന്തിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കണ്ണ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്? വീണ്ടും വീണ്ടും സീമന്തിനി തിരിഞ്ഞു നോക്കി പോവുകയാണ്. കണ്ണനാണെങ്കിൽ കോപത്തിൽ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടി ഓർത്തിട്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മായി പോയോ എന്ന്. അമ്മായി കണ്ണനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ അവരെല്ലാവരും കണ്ണനെ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് അറിയുന്നില്ല. എന്നാലും എന്തിനായിരിക്കും അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ഇനിയിപ്പോൾ അയാൾ ശത്രുതയുള്ള എല്ലാവരെയും അകത്താക്കാനുള്ള പരിപാടി ആയിരിക്കും അമ്മേ. ഒന്നും അറിയില്ലടാ. എന്നാലും അവനും ഇവളും എന്തൊരുമ്പിട്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയും ഉണ്ണിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേടാ, ഞങ്ങൾക്ക് ഭ്രാന്തായിട്ടാ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇതേ നോക്ക്, നിന്റെ അമ്മാവനെ മാത്രമല്ല നിന്റെ അമ്മായിച്ചനുണ്ടല്ലോ, അയാളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കെന്താ വട്ടളകിയോ?
നിങ്ങൾക്ക് ശത്രുതയുള്ളവരെ ലിസ്റ്റ് ചെയ്ത് അകത്താക്കാൻ നോക്കുകയാണോ? ഇനിയിപ്പോൾ ഞാനും അമ്മയൊക്കെ അകത്ത് പോകുമെന്ന് ചോദിക്കുമ്പോൾ ദേ ഇതിനുള്ള മറുപടി നിന്റെ കർണത്താ പതിയേണ്ടത്. ഞാനത് ചെയ്യുന്നില്ല. കാരണം സത്യങ്ങൾ അറിയുന്ന സമയത്ത് നീ ഇപ്പം ചോദിച്ചതിന് സ്വയം അറച്ചോളും. അതുകൊണ്ടേ ഈ കണ്ണനായിട്ടൊന്നും പറയുന്നില്ല. എങ്കിൽ എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞല്ലോ സത്യങ്ങൾ വൈകാതെ അറിയും. എടാ നിന്റെ ഭാര്യ കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവളാണ് നിന്നെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി വിടുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് മഹിയെയോ എന്നെയോ ബാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല മഹി വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സത്യം തേടി വരുമെന്നല്ലേ പറയുന്നത്. അതുപോലെ ഒരു തേടിവരവ് തന്നെയാണ് ഇതും. എന്നോടൊപ്പം സംസാരിക്കാൻ വന്ന അമ്മായി ഇങ്ങോട്ട് തിരിച്ചു കയറി വന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? അതിനർത്ഥം എന്താ? അവരെന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടെന്നും അതുപോലെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ലേ? അതുകൊണ്ടേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കേണ്ട. പിന്നെ അമ്മ അയാൾക്ക് ജാമ്യം എടുത്തു കൊടുക്കാനൊന്നും പോണ്ട. അങ്ങനെ ജാമ്യം കിട്ടി അയാൾ പരോളിൽ ഇറങ്ങുന്ന സമയത്തെ അയാളുടെ കർണത്ത് ആദ്യം അടിക്കുന്നത് അമ്മ തന്നെയായിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാലും ഇയാൾ ഇതെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഒരു പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ അമ്മേ. അത് തന്നെയാടാ ഞാൻ ആലോചിക്കുന്നത്. വാമേട്ടൻ്റെ കാരണത്തിൽ ഞാൻ എന്തിനാ അടിക്കുന്നത്? എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവും അമ്മേ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ. എന്തിനാ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് അറിയാനായിട്ട് മോളുടെ അടുത്തേക്ക് ചെല്ലെന്ന് പറയുമ്പോൾ ആ അവിടേക്ക് ചെല്ലാം. കൂട്ടത്തിലേ സ്റ്റേഷനിൽ നിന്ന് ആ പ്രതാപനെ ഒന്ന് കാണും. അയാളെ ഞാൻ കാണില്ല. അവിടെ പോയാലേ മോനെ ഉണ്ണി എനിക്ക് ജാമ്യം എടുത്തു തരുമോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ കാലിൽ വീണ് അയാൾ കെഞ്ചാൻ തുടങ്ങും. അതൊന്നും എനിക്ക് വയ്യ. പിന്നെ അതൊക്കെ പൈസ ചിലവുള്ള കാര്യമാണ്, സമയവും പോവും. എനിക്ക് അതിനൊന്നും സമയമില്ലെന്ന് പറയുമ്പോൾ എടാ അയാൾക്ക് കിട്ടുമ്പോഴുള്ള സ്വത്തുണ്ടല്ലോ, അയാളൊക്കെ പൈസ ചിലവാക്കിക്കോളും അമ്മേ. എന്നാലും ഇതിന് പുറകെ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയാൾ കുറച്ചു കാലം അവിടെ കിടക്കട്ടെ. അത്ര നല്ലവനെന്നല്ല അയാൾ. പിന്നെ അമ്മേ എനിക്കൊരു സംശയം. അയാൾക്ക് മാനസിക നില തെറ്റിയതിന് ശേഷം, അതായത് എൻ്റെ അച്ഛൻ അയാളുടെ ദേഹത്ത് കയറിയതിന് ശേഷം മുതൽ കരുണ അവളുടെ അച്ഛനെ കാണാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പം മുതലാണ് കരുണ ഇവർ പറയുന്നതൊക്കെ അനുസരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ല അമ്മേ. ഇപ്പോൾ ഇതാ അമ്മാവൻ്റെ അറസ്റ്റും. ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, എടാ മോനെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞ്, നീ എത്രയും പെട്ടെന്ന് കരുണമ്മളുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും. എന്നാലല്ലേ എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടുള്ളൂ. ആ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയോട് യാത്ര പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സത്യങ്ങൾ ഉണ്ണിയും ദുർഗയും അറിയാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.